ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും പി എസ് സി മൈൻഡ് ബൂസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് SCRT പാഠപുസ്തകത്തിലെ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് അല്ല. പക്ഷേ അടുത്തായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ്. ആ ചാപ്റ്റേഴ്സിൽ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് ഇന്ന് എടുത്ത് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ചാപ്റ്ററിന്റെ പേരെന്താന്ന് നോക്കാം. നമ്മൾ അടിസ്ഥാന ശാസ്ത്രത്തിൽ ഒന്നാം ഭാഗത്തിൽ ഒരു 5 ചാപ്റ്റേഴ്സ് പരിചയപ്പെടാനുള്ളതിൽ ആദ്യത്തെ ചാപ്റ്ററിന്റെ പേര് ഇതാണ്, വിളയിക്കാം നൂറുമേനി. 5 ചാപ്റ്റേഴ്സ് ഉണ്ട് മൊത്തം. ആ 5 ചാപ്റ്റേഴ്സിൽ വിളയിക്കാം നൂറുമേനി എന്നൊരു ചാപ്റ്ററാണ് നമ്മൾ എടുത്ത് പരിശോധിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ മെയിനായിട്ടും അത് ഒരു സസ്യത്തിന്റെ വളർച്ചയും അതേപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് അത് പുതിയ സസ്യമായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ള ഭാഗമാണ് കൃത്യമായിട്ട് ചാപ്റ്റർ പറയുന്നത്. അപ്പൊ നമുക്ക് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെ ഭാഗത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആ രീതിയിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിക്കുന്നത് കേട്ടോ. ഓക്കെ, അതിൽ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ള കാര്യം ഇതാണ്, എന്താണ് കായിക പ്രജനനം അതേപോലെ തന്നെ ലൈംഗിക പ്രത്യുൽപാദനം. ഈ 2 ഫാക്റ്റുകൾ ആദ്യം മനസ്സിലാക്കി വെച്ചോളാം. ഇപ്പൊ കിട്ടേണ്ട കാര്യം ഇതാണ്, ഒരു സസ്യത്തിന്റെ കായിക ഭാഗങ്ങള് വേര്, തണ്ട്, ഇല, ഭൂഖണ്ഡം എന്നിവയിൽ എന്ത് ചെയ്യുന്നു, എന്നിവയിൽ നിന്ന് പുതിയ സസ്യത്തിനെ രൂപപ്പെടുത്തി എടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ്, എന്നിവയിലെ പുതിയ സസ്യത്തിനെ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ പ്രക്രിയനെ വിളിക്കുന്ന പേരാണ് കായിക പ്രജനനം. ഓക്കെ, എന്നാൽ അതൊരു അലൈംഗിക പ്രത്യുൽപാദനമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അലൈംഗിക പ്രത്യുൽപാദനമാണ്. അപ്പൊ ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുമ്പോൾ ആ സമയത്ത് വിത്ത് മുളച്ചാണ് തൈകൾ ഉണ്ടാവുന്നത്. ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെ ആണെങ്കിൽ അത് വിത്ത് മുളച്ചാണ് തൈകൾ ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പൊ അതിന് എക്സാമ്പിൾസ് ഒക്കെ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. ആദ്യം ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക, കായിക പ്രജനനത്തില് വേര്, അതേപോലെ തന്നെ കാണ്ഡം, അതേപോലെ തന്നെ ഇല, ഭൂകാണ്ഡം ഇവയിലൂടെ കായിക പ്രജനനം നടത്തുന്ന സസ്യങ്ങൾ. അതിന് എക്സാമ്പിൾ എല്ലാം വെച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അതിൽ വേരിലൂടെയാണ് ശീമപ്ലാവ്, അതേപോലെ തന്നെ ഭൂകാണ്ഡത്തിലൂടെയാണ് മുരിങ്ങ. നമ്മൾ മുരിങ്ങേന്റെ കൊമ്പൊക്കെ ആണ് നടാറുള്ളത് അല്ലെ. അതേപോലെ തന്നെ ഇലമുളച്ചി എന്ന് പറയുന്നത് ഇല നട്ടിലാണ് അല്ലെങ്കിൽ ഇലയിൽ നിന്നാണ് പുതിയ സസ്യം ഉണ്ടാകുന്നത് അല്ലെ. അതേപോലെ തന്നെ ഭൂകാണ്ഡം എന്ന രീതിയിൽ കാച്ചിൽ രൂപം കൊള്ളുന്നത് അങ്ങനെയാണ് അല്ലെ. നെക്സ്റ്റ് ഇതേപോലെ തന്നെ ഈ മുരിങ്ങ എന്ന് പറയുന്നത് വിത്ത് വിതരണത്തിലൂടെയും എന്തുണ്ടാവുന്നുണ്ട്, അത് പ്രത്യുൽപാദനം നടത്തുന്നുണ്ട്. അപ്പൊ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, ലൈംഗിക പ്രത്യുൽപാദനം എന്ന രീതിയിൽ വിളിക്കാം. അപ്പൊ ലൈംഗിക പ്രത്യുൽപാദനത്തിനും അതേപോലെ കായിക പ്രജനനത്തിനും സെയിമില് എക്സാമ്പിൾ വരുന്ന സംഭവമാണ് മുരിങ്ങ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, പക്ഷെ അടുത്തായിട്ടുള്ള നമുക്ക് പഠിക്കാനുള്ള ഭാഗം ഈ കായിക പ്രജനനത്തിന്റെ വിവിധ രീതികളാണ്. അതിൽ ഒന്നാമത്തെ രീതിയാണ് പതിവെക്കൽ. പതിവെക്കൽ എന്ന രീതിയിൽ എന്താണ് പതിവെക്കൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, വേര് മുളപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഭാഗം മുറിച്ച് നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന ആ രീതിയിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പതിവെക്കൽ. ഓക്കെ, ഈ പതിവെക്കൽ ഉൾപ്പെടുന്ന മറ്റൊരു രീതിയാണ് നാഗപതിവെക്കൽ കേട്ടോ. നാഗപതിവെക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സർപ്പന്റൈൻ ലെയറിംഗ് എന്ന രീതിയിലുള്ള പേരാണെങ്കിൽ അതിന് മനസ്സിലാക്കി വെക്കേണ്ടത്, നമ്മൾ കുരുമുളകൊക്കെ വളർന്നു പോകുന്ന സമയത്ത് അതെന്ത് ചെയ്യും, നമ്മൾ മണ്ണിലൂടെ വളർന്നു പോകുന്ന സമയത്ത് അത് വെട്ടിയിട്ട് എന്ത് ചെയ്യും, മണ്ണിലൂടെ വളർന്നു പോകുന്ന സമയത്ത് അത് വെട്ടിയിട്ട് നടാറില്ല. അപ്പൊ ആ രീതിയിൽ മണ്ണിനടിയിലേക്ക് എന്ത് ചെയ്യുന്നു, വളച്ച് വെച്ചിട്ട് പുതിയ ഭാഗം ഉണ്ടാക്കുകയാണെങ്കിൽ, പുതിയ സസ്യം ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണെന്ത്, നാഗപതിവെക്കൽ. കിട്ടിയോ? അപ്പൊ ആ രീതിയിലാണ് നാഗപതിവെക്കൽ കണക്ട് ചെയ്യേണ്ടത്. പിന്നെ അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത്, വായുവിലും പതിവെക്കലുണ്ട് അതേപോലെ തന്നെ നാഗപതിവെക്കലുണ്ട്. 2 പതിവെക്കൽ രീതികളുണ്ട്. വായുവിൽ പതിവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സസ്യത്തിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ വേര് പിടിപ്പിക്കുകയാണ്, മുകൾ ഭാഗത്ത് വേര് പിടിപ്പിക്കുകയാണ്. ഇനി അടുത്ത താഴെ മണ്ണിലൂടെ വേര് പിടിപ്പിക്കുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് എന്ത്, നാഗപതിവെക്കൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വായുവിൽ പതിവെക്കലിന്റെ എക്സാമ്പിൾ ആണ് പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാം. ഇതൊക്കെയാണ് വായുവിൽ അല്ലെങ്കിൽ എയർ ലെയറിംഗ് എന്ന രീതിയിലുള്ള ആ പതിവെക്കൽ രീതി കേട്ടോ. നെക്സ്റ്റ് അടുത്തായിട്ട് നാഗപതിവെക്കൽ എന്ന രീതിയിൽ എക്സാമ്പിൾസ് മനസ്സിലാക്കി വെക്കുക. ബോഗൺവില്ല, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില ഇതൊക്കെ നാഗപതിവെക്കൽ നടത്തുന്ന സസ്യങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. കിട്ടിക്കോളണേ. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. SCRT കണ്ടന്റുകളിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതുകൊണ്ട് തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് നമ്മൾ വേര് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു
ഹോർമോണ്, സസ്യ ഹോർമോൺ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ആ സസ്യ ഹോർമോണിന്റെ പേരാണ് മക്കളെ ആക്സിൻ. ആക്സിൻ ആണ് ഒരു പ്രധാനപ്പെട്ട ഒരു സസ്യ ഹോർമോണ്. അതായത് തണ്ട് ഉപയോഗിച്ചുള്ള കായിക പ്രജനന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വേര് പിടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സസ്യ ഹോർമോണാണ് ഇത് ആക്സിൻ എന്ന് പറയുന്നത്. ആക്സിൻ എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു സസ്യ ഹോർമോണിന് എക്സാമ്പിൾ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളണം, കിട്ടിക്കോളണം. പക്ഷേ അടുത്തായിട്ട് പാഠപുസ്തകത്തിൽ പറയുന്നത് ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ചാണ്. ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അതായത് എന്ത് ചെയ്യുന്നു? കൂട്ടി യോജിപ്പിക്കുന്ന, രണ്ട് കമ്പുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന അല്ലേ. അപ്പോൾ ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർക്കുന്ന ആ പ്രക്രിയനെ വിളിക്കുന്ന പേരാണെന്ത്? ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ കമ്പൊട്ടിക്കൽ. അപ്പൊ കിട്ടേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗ്രാഫ്റ്റിങ്ങിന് രണ്ട് സസ്യങ്ങളുടെ ഭാഗങ്ങൾ ഉപയോഗിക്കും. അതിൽ നമ്മൾ വേരോട് കൂടിയ ഭാഗം ഉണ്ടാവില്ലേ, വേരോട് കൂടിയ ഭാഗം, അതായത് അതിനെ വിളിക്കുന്ന പേര് റൂട്ട് സ്റ്റോക്ക് എന്നാ കേട്ടോ. എന്ത് വിളിക്കും? റൂട്ട് സ്റ്റോക്ക് എന്ന് വിളിക്കും. റൂട്ട് സ്റ്റോക്ക് എന്നാണ് അതിനെ വിളിക്കുന്നത്. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ആരാണോ ഒട്ടിക്കാൻ എടുക്കുന്ന സസ്യമില്ലേ, ചെറിയൊരു കഷ്ണം എടുത്തിട്ടല്ലേ ഒട്ടിക്കുക, ആ ഭാഗത്തിനാണ് സയൺ എന്ന് വിളിക്കുക കേട്ടോ. ഒട്ടിക്കാൻ എടുക്കുന്ന സസ്യമാണെങ്കിൽ സയനാണ്. ഏതിന്റെ മുകളിലാണ് ഒട്ടിക്കുന്നത് അത് വേരുള്ള ഭാഗമായിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? റൂട്ട് സ്റ്റോക്ക്. അപ്പൊ സയൺ എന്താണ്, റൂട്ട് സ്റ്റോക്ക് എന്താണ് എന്നുള്ള കാര്യം അതിൻ്റെ അകത്തോടെ മനസ്സിലാക്കി വെച്ചുകൊള്ളാം. പിന്നെ അടുത്തായിട്ട് മറ്റൊരു രീതിയാണ് മുകുളം ഒട്ടിക്കൽ അല്ലെങ്കിൽ ബഡ്ഡിങ് എന്ന രീതി പറയാം. ഓക്കെ, ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞു, ഇവിടെ ബഡ്ഡിങ്ങിനെ കുറിച്ച് പറയുന്നു. ബഡ്ഡിങ് എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം മുകുളം ഒട്ടിക്കുകയാണ്. അതായത് ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർക്കുന്ന ആ രീതിയില്ലേ, ആ രീതിനെ വിളിക്കുന്ന പേരാണ് മുകുളം ഒട്ടിക്കൽ. ഓക്കെ, അതിന്റെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. PSC പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് ഗ്രാഫ്റ്റിംഗ്, എന്താണ് ബഡ്ഡിങ് എന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. മലയാളത്തിലുള്ള ബഡ്ഡിങ്ങിന്റെ പേര് മുകുളം ഒട്ടിക്കൽ എന്നാണ്. ഗ്രാഫ്റ്റിംഗിന്റെ പേര് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കമ്പൊട്ടിക്കൽ എന്നാണ് കേട്ടോ. അപ്പൊ ആ രണ്ട് മെത്തേഡുകളൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. അപ്പൊ ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും. ഓക്കെ, പിന്നെ അടുത്തായിട്ട് വർഗസങ്കരണം എന്താന്നുള്ള കാര്യം പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ വർഗസങ്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുമുള്ളതുമായ രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തിയിട്ട് രണ്ടിന്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയെ വിളിക്കുന്ന പേരാണെന്ത്? വർഗസങ്കരണം. വർഗങ്ങൾ സങ്കരിക്കുന്നു, ഒക്കെ ഒരുമിച്ചാക്കുന്നു, അതിനാണ് വർഗസങ്കരണങ്ങൾ. ഒരേ വർഗത്തിൽപ്പെട്ട രണ്ട് സസ്യങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളുള്ളതായിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ അത് ആ സമയത്ത് ഉപയോഗിക്കുന്ന എന്താ? കൃത്രിമ പരാഗണാണ്. വർഗസങ്കരണത്തിൽ ഉപയോഗിക്കുന്ന എന്താ? കൃത്രിമ പരാഗണാണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, കിട്ടണേ. നെക്സ്റ്റ് അടുത്തായിട്ട് ആ രീതിയിൽ കുറച്ച് സങ്കരയിന വിത്തുകളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. സ്ഥിരമായിട്ട് PSC ഈ ഭാഗത്ത് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ആ രീതിയിൽ മുളകിന്റെ ഇനങ്ങളാണ് ഉജ്ജ്വല, ജ്വാലാമുഖി. ഓക്കെ, അതുല്യ, അനുഗ്രഹ, ഉജ്ജ്വല, ജ്വാലാമുഖി ഇങ്ങനെയുള്ള പേരുകളൊക്കെ നിങ്ങൾ മുളുകാരി കേട്ടിട്ടുണ്ടാവും. പാഠപുസ്തകത്തിൽ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒന്നാമത്തത് ഉജ്ജ്വലയും അടുത്തായിട്ട് ജ്വാലാമുഖിയും. നമ്മൾ ഇപ്പം ഈ കാര്യം പഠിച്ചു പോകുന്നു. മറ്റൊരു ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ രീതിയിൽ സങ്കരയിന വിളകൾ ഏതൊക്കെയാണെന്നുള്ളത് പിന്നീട് പഠിച്ചു പോകാം. ഇപ്പൊ പാഠപുസ്തകത്തിൽ എന്ത് പറയുന്നു അത് കൃത്യമായിട്ട് പഠിച്ചു പോകുന്നു. അതേപോലെ തന്നെ പയറിൻ്റെത് പാഠപുസ്തകത്തിൽ പറയുന്ന രണ്ട് കാര്യങ്ങള് ജ്യോതിക, ഭാഗ്യലക്ഷ്മി, ലോലമാലിക, ജ്യോതിക, ഭാഗ്യലക്ഷ്മി ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ പാഠപുസ്തകത്തിൽ പറയുന്ന കാര്യം ഇതാണ്, ജ്യോതികയും ഭാഗ്യലക്ഷ്മി. നെല്ലിൻ്റെത് പലതുണ്ട്. അതിൻ്റെ അകത്ത് പാഠപുസ്തകത്തിലെ രണ്ടെണ്ണം പവിത്രയും അന്നപൂർണയും. പവിത്ര, അന്നപൂർണ നെല്ലിൻ്റെത്. ഓക്കെ, തെങ്ങിൻ്റെതാണെങ്കിലോ ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര ഇതൊക്കെയാണ് തെങ്ങിന്റെ രണ്ട് ഇനങ്ങൾ. ഇതേപോലെ തന്നെ വെണ്ടയുടെ ഇനങ്ങളാണ് സൽകീർത്തി, കിരൺ, സൽകീർത്തി. അരുൺ എന്ന് പറഞ്ഞ ചീരയാണ്, കിരൺ എന്ന് പറഞ്ഞ വെണ്ടയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചന്ദ്രലക്ഷയുടെ ചിത്രമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വർഗസങ്കരണം നടത്തിയ ചന്ദ്രലക്ഷയുടെ ചിത്രം. ഓക്കെ, അതിപ്പോ അത് ഏതിൻ്റെ ഒക്കെ സങ്കരന എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അങ്ങോട്ടേക്കുള്ള ചാപ്റ്റേഴ്സിലൊക്കെ പഠിക്കാനുണ്ട്. ചന്ദ്ര ലക്ഷ എന്ന് പറയുമ്പോൾ ലക്ഷദ്വീപ് ഓർഡിനറി ഉണ്ട്, ചാവക്കാടിന് ഓറഞ്ച് ഉണ്ട്, ഇതിൻ്റെ ഒക്കെ മിക്സർ ആക്കിയാണ്. ഇതൊക്കെ അങ്ങോട്ടേക്ക് പഠിക്കാം. ഇപ്പൊ ഇവിടെ ഈ കാര്യം പഠിച്ചുള്ള ചന്ദ്രലക്ഷ തെങ്ങിൻ്റെ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞാൽ എന്താ? ഇതാ കണ്ട പയറാണ് അല്ലെ. അപ്പോൾ ഇവിടെ കണക്ട് ചെയ്യേണ്ട പേരുകൾ ഇതൊക്കെയാണ്: മുളകിന്റെ, പയറിന്റെ, നെല്ലിന്റെ, തെങ്ങിന്റെ, വെണ്ടേന്റെ. ഇതിന്റെ ഒക്കെ സങ്കരയിനം വിളകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെട്ടു പോകുന്നു. കിട്ടുമല്ലോ. നെക്സ്റ്റ് അടുത്തായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഇതാണ്, പാഠപുസ്തകത്തിൽ പറയുന്ന കുറച്ച് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ.
ഓർത്ത് വെക്കണം, സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യമാണ്. കേരള ജോഗ്രഫിയിലാണ് സ്ഥിരമായിട്ട് ഈ കാര്യങ്ങൾ ചോദിക്കാറുള്ളത്. ഓക്കെ, സയൻസ് വിഭാഗത്തിലാണ് ഇവിടെ പറയുന്നതെങ്കിൽ കേരള ജോഗ്രഫിയിൽ ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട കാർഷിക സർവകലാശാല, കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ, ഒന്നാമത്തത് കേരള കാർഷിക സർവകലാശാലയാണ്, അതായത് KAU എന്ന് പറയുന്നത്. ഓക്കെ, KAU എന്ന് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മണ്ണൂത്തിയിലാട്ടോ. മണ്ണൂത്തിയിലാണ് KAU സ്ഥിതി ചെയ്യുന്നത്, മണ്ണൂത്തിയിലാണ്. കിട്ടിയല്ലോ. നെക്സ്റ്റ് അടുത്തതെന്ന് പറയുന്നത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രമാണ്. ഓക്കെ, എവിടെയാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം? കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യം, തിരുവനന്തപുരം. തിരുവനന്തപുരത്തുള്ള ശ്രീകാര്യത്താണ് കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, അല്ലെങ്കിൽ CTCRI എന്ന രീതിയിൽ ആലോചിച്ച് വെച്ചോളാം. കിട്ടില്ല. നെക്സ്റ്റ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? കോട്ടയത്താട്ടോ, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, നെക്സ്റ്റ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, ഒരുപാട് പ്രാവശ്യം PSC ചോദിച്ച കാര്യം. ഓക്കെ, അത് കാസർഗോഡാണ്. CPCRI എവിടെയാ? കാസർഗോഡാന്ന് മനസ്സിലാക്കി വെച്ചു കേട്ടോ. ഓക്കെ, ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? തെങ്ങ്, കവുങ്ങ്, കൊക്ക പോലെയുള്ള പ്രധാനപ്പെട്ട ഗവേഷണം, അതിന് വേണ്ടിയുള്ള ഗവേഷണമൊക്കെ ഇവിടെയാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കി വെച്ചോളൂ. അപ്പോൾ CPCRIന്റെ പിക്ചറൊക്കെ ഇവിടെ കൊടുത്തേക്കുന്നുണ്ട്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ, ആ പിക്ചറിൻ്റെ അകത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചോളൂ. CPCRI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം, കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തി തൃശ്ശൂർ. ഓക്കെ, ഈ രീതിയിലാണ് ആ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് പ്രധാനപ്പെട്ട ഗവേഷണ കേന്ദ്രങ്ങൾ. ഇനിയും കുറേ ഗവേഷണ കേന്ദ്രങ്ങൾ ഉണ്ട് കേട്ടോ. നമുക്ക് പാഠപുസ്തകത്തിൽ എന്താണോ പറയുന്നത് അത് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് പോകുന്നു. കൂടുതൽ ആ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാം, അതൊന്ന് ഫോക്കസ് ചെയ്ത് പോകുന്നു നമ്മൾ. അതാണ് ഇപ്പം ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ടേക്കുള്ള ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് കൃത്യമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഭാഗം പറയുന്നത് ഹരിത വിപ്ലവത്തെക്കുറിച്ച്. ഹരിത വിപ്ലവത്തെക്കുറിച്ച് മുമ്പുള്ള ചാപ്റ്റേഴ്സിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന രീതിയിൽ ആരെ പറയുന്നുണ്ട്? അത് ഡോക്ടർ MS സ്വാമിനാഥനാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന രീതിയിൽ ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ മുമ്പ് പഠിച്ച കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് കേട്ടോ. അല്ലെങ്കിൽ ആരായിരുന്നു? നോർമൻ ബെർലോഗ് ആണ് അല്ലേ. അപ്പോൾ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥനാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. നെക്സ്റ്റ് അടുത്ത കാര്യം ജീവാണുവളത്തെ കുറിച്ചാണ് പറയുന്നത്. ജീവാണുവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കോ നിങ്ങൾ. ജീവാണുവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണ്. അതാണ് ജീവാണുവള പ്രയോഗം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. അതിന് എക്സാമ്പിൾസ് ഒന്ന് സ്യൂഡോമോണീസ്. ഓക്കെ, സ്യൂഡോമോണസ് എന്ന രീതിയിലും അതേപോലെ തന്നെ അസോസ്പൈറില്ലം എന്ന രീതിയിലും. ഏതൊക്കെയാണ്? അസോസ്പൈറിലും അതേപോലെ തന്നെ സ്യൂഡോമോണിസും. ഏതിന് എക്സാമ്പിൾ ആണ്? അത് ജീവാണുവളത്തിന് എക്സാമ്പിൾ ആണ്. കിട്ടിക്കോണം, സിമ്പിൾ ആണ്. ഓക്കെ, ആ പേരുകൾ വെച്ചുകൊണ്ട് ഏതിന് എക്സാമ്പിൾ ആണ് എന്നുള്ള കാര്യം ചോദിക്കാം. ഓക്കെ, കിട്ടുമല്ലോ, മറക്കില്ലല്ലോ. ഏതൊക്കെ പേരുകൾ? അസോസ്പൈറിലും സ്യൂഡോമോണിസും. ഓക്കെ, ആ രണ്ട് പേരുകൾ മനസ്സിലാക്കി വെച്ചുകൊള്ളാം. പിന്നെ അടുത്തായിട്ട് കീടനിയന്ത്രണ മാർഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുന്നുണ്ട്. അതിൽ ജൈവ നിയന്ത്രണവും അതേപോലെ തന്നെ ജൈവ നിയന്ത്രണത്തിന് പുറമെ എന്തുകൂടിയും പറയുന്നുണ്ട്? യാന്ത്രിക നിയന്ത്രണം പറയുന്നുണ്ട്. യാന്ത്രിക നിയന്ത്രണം എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് കെണികൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ അതിനെ പെറുക്കി മാറ്റിയിട്ടോ, അതായത് സസ്യങ്ങളിൽ ആ രീതിയിലുള്ള കീടാണുക്കൾ എന്ത് ചെയ്യുന്നു? പെറുക്കി മാറ്റുന്നു, എടുത്തു മാറ്റുന്നു. ആ രീതിയിലുള്ള കീടനിയന്ത്രണത്തിന് വിളിക്കുന്ന പേരാണ് യാന്ത്രിക നിയന്ത്രണം എന്ന് വിളിക്കുന്നത്. അതല്ലാതെ ജൈവ നിയന്ത്രണം എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ചില ഷഡ്മതങ്ങൾ, അതേപോലെ തവള, അരണ, ഓന്ത്, ഇതൊക്കെ എന്ത് ചെയ്യും? അതിൻ്റെ അകത്തുള്ള കീടങ്ങളെ നശിപ്പിക്കാറുണ്ട്. ഓക്കെ, അതിനാണ് ജൈവ നിയന്ത്രണം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തായിട്ട് ഫെറമോൺ എന്നുള്ള സംഭവം മനസ്സിലാക്കി വെച്ചോളാം. ഫെറമോൺ എന്ന് പറയുന്നത് അതൊരു കീടനാശിനി അല്ല, കീടത്തെ അകറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കെണിയാണ്. അപ്പോൾ ഫെറമോൺ ഉപയോഗിക്കുന്നത് ഏത് രീതിയിലുള്ള നിയന്ത്രണമാണെന്ന രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ അതൊരു യാന്ത്രിക നിയന്ത്രണത്തിന് എക്സാമ്പിളാണ് ഫെറമോൺ. ഓക്കെ, അതായത് കീടനിയന്ത്രണത്തിനായി ഉപയോഗിക്കുന്ന ഒരു കെണിയുടെ പേരാണ് എന്ത്? ഫെറമോൺ. കണ്ടില്ലേ, ഫെറമോൺ എന്നത് ഒരു കീടനിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന ഒരിനം കെണിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. പിന്നെ അടുത്തായിട്ട് കീടനാശിനികൾ എന്ന് പറയുന്ന രണ്ട് രീതിയിലുണ്ട്.
ഒന്നാമത്തെ കീടനാശിനി എന്ന് പറയുന്നത് രാസ കീടനാശിനിയാണ്. അടുത്തായിട്ട് ജൈവ കീടനാശിനി. ഓക്കെ, നമ്മൾ സസ്യങ്ങളിൽ ഈ രാസവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന സംഭവങ്ങൾ തളിക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? കീടനാശിനികൾ എന്ന് വിളിക്കുന്നത് അല്ല. പക്ഷെ അടുത്തായിട്ട് ജൈവ കീടനാശിനി എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് അതെന്തല്ല, നമ്മുടെ പ്രകൃതിക്ക് ദോഷമാകുന്ന രീതിയിലല്ല. ഓക്കെ, അതല്ലാതെ പുകയില കഷായം, വേപ്പെണ്ണ, വെളുത്തുള്ളി ഇങ്ങനെ സംഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? കീടം നിയന്ത്രിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ജൈവ കീടനാശിനികൾ എന്ന രീതിയിൽ വിളിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചുകൂടാ. പിന്നെ അടുത്തായിട്ട് നമുക്ക് ഈ ഭാഗത്ത് ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു ഭാഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാർഷിക സംരംഭങ്ങൾ എന്ന രീതിയിൽ കുറച്ച് കാര്യം പറയുന്നുണ്ട്. അതായത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. അതിൽ ഒന്നാമത്തത് പട്ടുനൂൽ പുഴു വളർത്തലിനെ വിളിക്കുന്ന പേരെന്താന്നുള്ള രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ അതാണ് സെറികൾച്ചർ. എന്താണ്? സെറികൾച്ചർ. സെറി. ഓക്കെ, സെറികൾച്ചറാണ് പട്ടുനൂൽ പുഴു. ഓക്കെ, നെക്സ്റ്റ് പുഷ്പകൃഷി. ഓക്കെ, അതിൻ്റെ പേരാണ് ഫ്ലോറികൾച്ചർ. ഫ്ലവർ അല്ലേ, ഫ്ലോറികൾച്ചർ എന്ന രീതി കണക്ട് ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് അടുത്തായിട്ട് തേനീച്ച എന്ന് പറയുമ്പോൾ അവിടെ കിട്ടേണ്ടത് തേനീച്ച എപ്പികൾച്ചർ. നെക്സ്റ്റ് മുയൽ വളർത്തൽ. മുയൽ ഇങ്ങനെ കൂണ് ഇങ്ങനെയല്ലേ പോവുക, അപ്പോൾ ആ രീതി കണക്ട് ചെയ്യുക. ക്യൂണികൾച്ചർ. ഏതാണ്? ക്യൂണികൾച്ചർ ചോദിച്ചാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ക്യൂണികൾച്ചർ എന്ന് പറയുന്നത് മുയൽ വളർത്തലാണ്. കൂൺ കൃഷി. കൂണിനെ നമുക്കെന്ന് പറയാം? മഷ്റൂം എന്ന് പറയാം. അപ്പം മഷ്റൂം കൾച്ചറാണ്. കോഴിയാണെങ്കിൽ അത് പൗൾട്രി ആട്ടോ, പൗൾട്രി ഫാമിംഗ് എന്ന് വിളിക്കാം. കന്നുകാലി വളർത്തലിനെ വിളിക്കുന്ന പേരാണ് ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് എന്ന് വിളിക്കാം. ലൈവ് സ്റ്റോക്ക് ഫാമിംഗ്. നെക്സ്റ്റ് അടുത്തായിട്ട് മത്സ്യകൃഷിയാണ് പിസികൾച്ചർ. സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മത്സ്യകൃഷി ഇമ്പോർട്ടൻസ് കൊടുത്തോളണം. പട്ടുനൂൽ പുഴു ഇമ്പോർട്ടൻസ് കൊടുത്തോളണം. പിന്നെ അടുത്തായിട്ട് മുയൽ വളർത്തൽ ഇമ്പോർട്ടൻസ് കൊടുത്തോളണം. ബാക്കിയെല്ലാ പേരുകളും നിങ്ങൾക്ക് ഒരുവിധം കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ്. ആ രീതിയിലാണ് ഈ ഭാഗത്തിലൂടെ നിങ്ങൾ പരിചയപ്പെട്ടു പോകേണ്ട കാര്യങ്ങൾ. കൃത്യമായിട്ട് ഈ മെത്തേഡുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓരോ രീതിയിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതിയൊക്കെയാണ് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ്. ബയോളജിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചാപ്റ്ററാണ് അല്ലെ. ആ ഭാഗത്തിൽ നമുക്ക് പറയാനുള്ള ഇത്രയും ചാപ്റ്റേഴ്സിലെ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചുള്ള. കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. മറക്കരുത്, വിട്ടുപോകരുത്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചുള്ള. നമുക്ക് മറ്റൊരു ചാപ്റ്ററുമായിട്ട് പിന്നീട് കാണാം. ഓക്കെ, താങ്ക് യു.